മണിയൊക്കെ കാപ്പിയൊക്കെ റെഡിയാക്കിയിട്ട് മെയിൻ കാരണം വേറെ ഇടം വരെ പോകണം കിട്ടുന്നത്. നേരം പുലർന്നത് പോലും ഇല്ല. പിങ്കി ആയിട്ട് നല്ല ഉറക്കം കേട്ടോ. പിങ്കി ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ട് കേട്ടോ. ഇന്ന് വേറെ അടുത്ത് പോകേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ വല്യച്ഛൻ്റെ വീട്ടിൻ്റെ അടുത്ത് അമ്പലത്തിൽ ഉത്സവമാണ്. അപ്പോൾ അമ്പലത്തിൽ താലപ്പൊലിയും അതുപോലെ പൊങ്കാലയൊക്കെ ഉണ്ട്. രാവിലെ അപ്പം പൊങ്കാല ഇടാൻ വേണ്ടി ഞാൻ പോയി. 6 മണിയൊക്കെ ഏട്ടൻ എന്നെ അമ്പലത്തിലോട്ട് ആക്കി കേട്ടോ. അങ്ങനെ ഞാൻ പൊങ്കാലയൊക്കെ ഇട്ട് ഒരു 7:30 8 മണിയൊക്കെ ആയപ്പോഴത്തേ അവർ തീർത്ഥം തളിക്കാൻ വന്നു. അങ്ങനെ തീർത്ഥമൊക്കെ തളിച്ച് പിന്നെ നേരെ വീട്ടിലോട്ട് പോയി കേട്ടോ. ഇവിടുത്തെ മെയിൻ പ്രതിഷ്ഠ എന്ന് പറഞ്ഞാൽ മുരുകനാണ് കേട്ടോ. വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേക്ക് അതുപോലെ തന്നെ താലപ്പൊലി ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ താലപ്പൊലി എടുക്കാൻ വേണ്ടി വൈകുന്നേരം വന്നു കേട്ടോ. വൈകുന്നേരം വന്നപ്പോൾ വന്ന സമയത്ത് ഇത്ര ആളൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഒരു 7 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് നല്ല തിരക്കായി കേട്ടോ. അതുപോലെ കുഞ്ഞു പിള്ളേർ കാവടി എടുക്കുന്നുണ്ട് കേട്ടോ. ഇത് നേർച്ചക്കാവടിയാണ്. അവർ ഓരോ ആഗ്രഹങ്ങൾ പറഞ്ഞ് നേർച്ചെടുക്കുന്ന കാവടിയാണ് ഈ തുള്ളുന്നത്. അതേപോലെ ഈ താലപ്പൊലി തുള്ളി വരുന്നതാണ് നല്ല രസമാണ്. അതേപോലെ തന്നെ ഈ അമ്പലത്തിൽ നിന്ന് വേറെ ദേവീക്ഷേത്രത്തിലോട്ട് പോകുന്നത് കേട്ടോ താലപ്പൊലി. തിരിച്ചെന്നിട്ട് ആ ദേവീക്ഷേത്രത്തിൽ നിന്ന് നമ്മുടെ ഈ താലപ്പൊലി തിരിച്ച് മുരുകക്ഷേത്രത്തിൽ വരും. അങ്ങനെയാണ് നമ്മുടെ ഇവിടെയൊക്കെ. അല്ലാതെ നിന്നുള്ള അമ്പലങ്ങളിൽ ഞാൻ താലപ്പൊലി എടുക്കാൻ പോയിടത്തെല്ലാം മിക്കപ്പോഴും ഞാൻ കണ്ടിട്ടുള്ളതെന്ന് പറഞ്ഞാൽ നമ്മളൊരു അമ്പലത്തിൽ നിന്ന് താലപ്പൊലി എടുത്ത് വേറെ അമ്പലത്തിൽ നിന്ന് പോയിട്ട് അവിടെ വെച്ച് അങ്ങ് തീരുവാണ്. ഇവിടെ അങ്ങനല്ല കേട്ടോ. തിരിച്ച് ഈ മുരുകക്ഷേത്രത്തിൽ തന്നെ വരും കേട്ടോ. അന്നത്തെ ദിവസം അമ്പലത്തിൽ ഉത്സവമായതുകൊണ്ട് ഭയങ്കര പരിപാടിയൊക്കെ കേട്ടോ. ഒരു 3-4 ദിവസം ഇവിടുത്തെ ഉത്സവത്തെ പരിപാടി. അതുപോലെ നല്ല രസമൊക്കെയാണ് ഈ പിള്ളേർ. ഇതിന് മുമ്പത്തെ ദിവസമൊക്കെ ഈ ശൂലം കുത്തുന്നതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും എനിക്ക് വീഡിയോ എടുക്കാനും പോകാനും പറ്റില്ല അന്നത്തെ ദിവസം. ഇത് ഏറ്റവും ലാസ്റ്റ് പിന്നെ ഈ കാവടി ഫുള്ളും തുള്ളു. അതുപോലെ തന്നെ ഈ കമ്പ പൊട്ടിക്കലും ഉണ്ടായിരുന്നു. നല്ല രസമായിരുന്നു കാണാൻ. ഞങ്ങളുടെ കുഞ്ഞുണ്ട്, അവൾക്ക് എന്താണെന്നതില്ല ക്യാമറ എടുക്കുന്ന ഇഷ്ടമില്ലാഞ്ഞിട്ടാണോ എന്നറിയില്ല. എൻ്റെ മുടിയൊക്കെ പിടിച്ചിട്ട് വലിക്കുക. അടുത്ത വീഡിയോ കാണാൻ ബൈ.